വാർത്തകൾ വിശദമായി നോക്കാം. ബി.ജെ.പി. ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഭരണസമിതിക്കെതിരെ യു.ഡി.എഫ് കൗൺസിലർമാർ സമാന്തര പ്രതിഷേധ കൗൺസിൽ യോഗം ചേരുന്നു. നഗരസഭയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം. പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ നാടകം പാലക്കാട് ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കും. പാലക്കാട് നഗരസഭയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നാടകം ഈ പാലക്കാടത്തെ എല്ലാ പൊതുജനങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ കൗൺസിലും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ പറയുമ്പോഴേക്കും ആ കൗൺസിൽ പിരിച്ചുവിടുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതിന് സമാന്തരമായിക്കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും കൂടി നഗരസഭയുടെ മുറ്റത്ത് ഇങ്ങനെയൊരു കൗൺസിൽ രൂപീകരണം കണ്ടത്. ഒന്നാമത്തെ കാര്യം, 3 മാസം മുമ്പ് ഒരു കാരണവശാലും വെക്കാത്ത ഒരു ഹെഡ് ഗേവാറിൻ്റെ പേര് പാലക്കാട് നഗരസഭയുടെ ഒരു നൈപുണ്യ കേന്ദ്രത്തിൽ വെച്ചു. അതിനെതിരെ പ്രതിപക്ഷം വളരെ വ്യക്തമായി തന്നെ നിയമാനുസൃതം അത് വെക്കാൻ പാടില്ലെന്നും അത് ശരിയായ നടപടിയല്ലെന്നും പറഞ്ഞുകൊണ്ട് പലതവണ കൗൺസിൽ പറഞ്ഞപ്പോഴും ഞങ്ങൾ വെക്കും, ധിക്കാരപരത്തോടെ ഞങ്ങൾ വെക്കും, നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ 2-3 കൗൺസിൽ കഴിഞ്ഞു. ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഇന്ത്യ മുഴുവൻ കാക്കുന്ന ആ ദേശീയ പതാക കാവിക്കൊടി ആക്കണമെന്ന് പാലക്കാടത്തെ ഒരു മുതിർന്ന കൗൺസിലറും ഞങ്ങൾക്കെല്ലാം സത്യവാചകം ചൊല്ലിത്തന്ന ശിവരാജൻ പറയുകയുണ്ടായി. ഞങ്ങൾ അതിനെതിരെ ഇന്നലെ പ്രതിഷേധിക്കുമ്പോഴേക്കും കൗൺസിൽ പിരിച്ചുവിടുകയാണെന്ന് അറിയിക്കുകയാണ് ഉണ്ടായത്. ഇത് വളരെ ഒരു പാലക്കാട് ജനങ്ങളോട് ചെയ്യുന്ന വളരെയധികം ഒരു വഞ്ചനയാണെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഉന്നയിക്കാനുള്ളത്. ഏതാണെങ്കിലും ബി.ജെ.പി. ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഭരണസമിതിക്കെതിരെയാണ് യു.ഡി.എഫ് കൗൺസിലർമാർ സമാന്തര പ്രതിഷേധ കൗൺസിൽ യോഗം ചേരുന്നത്. നഗരസഭയ്ക്ക് മുന്നിലാണ് പ്രതിഷേധം. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരത്തിൽ പാലക്കാട് നഗരസഭ ഭരണസമിതിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിലാണിപ്പോൾ കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്ന തരത്തിലുള്ള പ്രതിഷേധം അവിടെ അരങ്ങേറുന്നത്. നഗരസഭയ്ക്ക് മുന്നിലാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം, സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച കാണുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത്. അജിത്, പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ? എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം? കൗൺസിലർമാർ തന്നെയാണ് അവരിത്തരത്തിൽ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടൊരു സമാന്തര കൗൺസിൽ യോഗമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് യു.ഡി.എഫിൻ്റെ കൗൺസിലർമാർ തന്നെ രസകരമായ രീതിയിൽ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി ഇരുന്നുകൊണ്ട് ഒരു സമാന്തര കൗൺസിൽ യോഗം സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. ആ കൗൺസിൽ യോഗത്തിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ 2 ഭാഗത്തും ആളുകൾ ഇരുന്നുകൊണ്ട് വലിയ സംഘർഷമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഇവിടെ ഒരു സമാന്തര കൗൺസിൽ യോഗമാണ് യു.ഡി.എഫിൻ്റെ കൗൺസിലർമാർ തന്നെ ചെയ്തത്. ഇപ്പോൾ ആര് നോക്കിയാലും ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഒരു സംഘർഷമാണെന്നാണ് തോന്നുന്നത്. നിങ്ങളത് എങ്ങനെയായിരുന്നു സംഘടിപ്പിച്ചത്? അല്ല, ഇത് സമാന്തര കൗൺസിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ ഈ ഹെഡ് ഗേവാർ വിഷയം മുതൽ ഈ ബി.ജെ.പി. ഭരണസമിതി പ്രതിപക്ഷത്തിന് മുമ്പിൽ ഒളിച്ചോടുകയാണ്. നിരന്തരം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ചകൾക്ക് മറുപടിയില്ലാത്ത ഭരണപക്ഷം ഈ പ്രതിപക്ഷത്തിൻ്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒളിച്ചോടും. അപ്പോൾ അതുപോലൊരു ഒരു സമാധാനമായിട്ടുള്ള കൗൺസിൽ ഇതിനു മുൻപ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ആളുകൾ കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുകയാണെന്ന് തോന്നുന്നു. അതായത് ഞങ്ങൾ ഒരു പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്താ? പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന ആ ഭരണപക്ഷത്തെ ഒരു നല്ല രീതിക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. ആ പ്രതിപക്ഷ ധർമ്മത്തിനെ ഇവർ അടിച്ചമർത്തുകയാണ്. ഇവർക്ക് കേവല ഭൂരിപക്ഷം 28 പേരുണ്ട് എന്നുള്ള ആ ഒരു ധിക്കാരം ഇവരെല്ലാം ഓൾ പാസ് അടിച്ച് പോവാണ്. ഇവർ അങ്ങനെ പാസ് അടിക്കാൻ ഇവരെന്താ ചെയ്യേണ്ടത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസിലാണ് പാസ് അടിക്കേണ്ടത്. ഇവർ പാലക്കാട് മുനിസിപ്പാലിറ്റി അല്ല. ഇത് പൊതുജനങ്ങളുടെ നികുതി പണമാക്കി ഈ പൊതുമേഖല സ്ഥാപനത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യാതെ ഇവരെല്ലാം ഓൾ പാസ് അടിച്ച് പോകുന്ന ഈ രീതിക്കെതിരെയായിട്ടാണ് ഈ ഒരു സമാന്തര കൗൺസിൽ. ഏതാണെങ്കിലും സമാന്തര കൗൺസിൽ യോഗം അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. ആര് കണ്ടാലും സംഘർഷമാണെന്ന് തോന്നുന്ന രീതിയിൽ പരസ്പരം വാക്കേറ്റവും സംഘർഷവും ഒക്കെ ആയാണ് യു.ഡി.എഫിൻ്റെ കൗൺസിലർമാർ ഇവിടെ യോഗം ചേർന്നത്. നഗരസഭയുടെ മുമ്പിൽ ബി.ജെ.പിക്ക് ഭരിക്കുന്ന ഭരണസമിതിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൗൺസിൽ യോഗം ചേർന്നത്. വളരെ ഗൗരവമായ വിഷയം ഒരു സമാന്തര കൗൺസിൽ ചേർന്ന് അവതരിപ്പിക്കുകയായിരുന്നു. ഒരു ചെയർപേഴ്സണൊക്കെ ആയ ആൾ യു.ഡി.എഫിൻ്റെ തന്നെ ആളുകളെ ഇരുത്തിക്കൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു സമാന്തരമായ ഒരു പ്രതിഷേധ പരിപാടി യു.ഡി.എഫ് സംഘടിപ്പിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്.
ശരി അജിത്ത്, അത് തന്നെയാണ് ഞാനും അങ്ങനെ ചോദിച്ചത്. ആ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് ചോദിച്ചത് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ്. എന്നാൽ അത് അങ്ങനെയല്ല, സമാന്തര കൗൺസിൽ യോഗമാണ് ചേർന്നത്. പ്രതിഷേധിക്കുന്ന കൗൺസിലർമാർ തന്നെയാണ് അത്തരത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവുമായി ഇരുന്ന് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടത്തിയത്. വേറിട്ട പ്രതിഷേധം, കൗതുകകരമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ ഇപ്പോൾ നടന്നത്. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഭരണസമിതിക്കെതിരെയാണ് UDF കൗൺസിലർമാർ ഇത്തരത്തിൽ വേറിട്ട ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നത്.